Good morning, sir. Yes, good morning, Mubi. Good morning, sir. Yes, good morning, Kristendu. Good morning, Good morning, sir. Asina, Megha, Nandana. Good morning, Anna. Good morning. Okay, Mubi. Arya, Mubi. Good morning. Ashley, good morning. Ashwini Murali, good morning. Aisha Nasir, good morning. Okay, let us start. Yes, let us start. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പെൻസുകളെ കുറിച്ചായിരുന്നു. 6 പെൻസുകളെ കുറിച്ച് ഒരു ഘട്ടം വരെയുള്ളത് നമ്മൾ പറഞ്ഞു നിർത്തി. സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും ഫ്യൂച്ചർ കണ്ടിന്യൂസും 6 നമ്മൾ പറഞ്ഞ് നിർത്തി. അപ്പൊ ഒരു ഘട്ടമായി. ഇനി അടുത്തതിലോട്ട് നമുക്ക് കിടക്കുകയാണ്. യെസ്, അപ്പോ അടുത്തതായിട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാൻ റിമൈൻഡ് ചെയ്തതാണ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോൾ സബ്ജക്റ്റ് വരവിന്റെ പ്രസന്റ് ടെൻസും, സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് വരവിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് വില്ല അല്ലെങ്കിൽ ഷാല വരവിന്റെ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ഐ പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ഐ ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ. ഇനി എടുക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് എടുത്തിട്ട് ഈ 6 ടെൻസിന്റെയും അർത്ഥത്തിലൂടെ പോവുകയാണ്. സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആകുമ്പോൾ എടുക്കുകയായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിരുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. Anna Shavin. Yes, sir. Yes, how are you, Anna? I'm fine. Yes, ഈ ഷെറിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാൻ തന്നെ. മുഴുവൻ പേരാണ്. ആർ യു മാരീഡ്? യെസ്. എന്താണ് ഭർത്താവിന്റെ പേര്? ഹസ്ബൻഡ്സ് നെയിം? അമീൻ. അമീൻ. അനിൽ. അമീൻ. അമീൻ. ക്ലിയറായില്ല. അമീൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അന്ന, ഞാൻ ഒരു സിറ്റുവേഷൻ പറയുന്നു. ജസ്റ്റ് ഇമാജിൻ, ഒരു 9:30 9:30 ആയപ്പോ അമീൻ വീട്ടിൽ നിന്ന് പോയി, ജോലിക്ക് പോയി. 9:30 9:30 രാത്രി. ഒരു 9:31 ആയപ്പോ അമീന്റെ ഒരു ഫ്രണ്ട് അന്വേഷിച്ചു വന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ അപ്പൊ അമീന്റെ ഫ്രണ്ട് അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോ അന്ന വേല പറയുന്നു, അമീൻ പോയി എന്ന് പറയുന്നു. പക്ഷെ ആ പറയുന്നത് കേൾക്കുമ്പോ ഈ കേൾക്കുന്ന ആൾക്ക് തോന്നണം പോയിട്ട് അധിക സമയമായിട്ടില്ല എന്ന് തോന്നണം. സമയം പറയാൻ പാടില്ല. 9:30 9:31 പറയാൻ പാടില്ല. JUST ജസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാൻ പാടില്ല. അല്ലാതെ ഈ 2 കണ്ടീഷൻ വരുന്നത് സമയം പറയാൻ പാടില്ല. അപ്പൊ പറയാലോ, ഇപ്പൊ 9:30 പോയി എന്ന് പറയാം, സമയം പറയണ്ട. ജസ്റ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാതെ അദ്ദേഹം പോയി എന്ന് തന്നെ പറയുന്നു. പക്ഷെ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത് പോയിട്ട് അധിക സമയം ആയിട്ടില്ല. യെസ്, ഓക്കെ. എങ്ങനെ പറയും?
ജസ്റ്റ് ഇല്ലാണ്ട് പറയണം അല്ലേ? ജസ്റ്റ് ചേർക്കരുത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു. ജസ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആക്കാം. ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആദ്യമേ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ അന്നെ ജസ്റ്റ് ചേർത്ത് പറയും, അടുത്ത് ചെറിയ പേർക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഇല്ലാണ്ട് പറയാൻ പറയുന്നത്, അങ്ങനെ 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 നീണ്ടുപോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ടൈമും ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞത്. ഇത് പറഞ്ഞു നോക്ക്, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഗോ വെന്റ് ഗോൺ, അതാണ് ഗോ വെന്റ്. ഗോ പ്രസന്റൻസ്, വെന്റ് പാസ്റ്റൻസ്. ഓക്കെ, ഓരോരുത്തരും മനസ്സിൽ നിന്ന് വിചാരിച്ചു വെച്ചോ കേട്ടോ. കാര്യം ശരി, ഞാൻ ഹന്നയോടാണ് ചോദിച്ചത്. എന്നിരുന്നാലും ഓരോരുത്തരും മനസ്സിൽ വിചാരിച്ചു വെച്ചു. നിങ്ങളുടെ ഭർത്താവ് 9:30 പോകുന്നു, 9:31 നിങ്ങളുടെ ഫ്രണ്ട്, ഭർത്താവിന്റെ ഒരു സുഹൃത്ത് ഭർത്താവിനെ അന്വേഷിച്ച് വരുന്നു. അപ്പൊ ഭർത്താവ് പോയി എന്ന് നിങ്ങൾ സുഹൃത്തിനോട് പറയുന്നു. ആ പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു പോയിട്ട് അധിക സമയം ആയിട്ടില്ല, ഉടനെ പുറയിലൂടെ വെച്ച് പിടിച്ച അദ്ദേഹത്തെ കാണാൻ പറ്റുമെന്ന് തോന്നണം. യെസ്, They left a moment ago എന്ന് പറയാൻ പാടുണ്ടോ? പറഞ്ഞു ഓർക്ക പറഞ്ഞു. കാരണം അതെ, ഒരു പതർച്ച പോലെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് മോഡ് മാറ്റി പിടിച്ച് പറഞ്ഞു. ഓക്കെ ഹന്ന, നോ പ്രോബ്ലം. ഹന്ന അന്വേഷിക്ക. ആ ഓക്കെ ഓക്കെ, സൗണ്ട് ഇല്ല അല്ലേ? യെസ്, ഓക്കെ ഓക്കെ, അതാണ്, അത് പറയൂ. യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ഹന്ന, മുബി ഫാസി. Yes, sir. മുബി ഫാസി ആണെങ്കിൽ എങ്ങനെ അവതരിപ്പിക്കും? ഭർത്താവ് പോയി എന്ന് പറയണം, പക്ഷെ പോയിട്ട് അധികം സമയമായിട്ടില്ല എന്നും പുള്ളിക്ക് മനസ്സിലാവണം. He go in some minute. സം മിനിറ്റ് ഒക്കെ അടിച്ചു, സമയത്തെ സൂചിപ്പിക്കുന്നൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ മുബിൻ, യെസ്, ഓക്കെ. ഹൗ ഓവർ ഐ അപ്രീഷിയേറ്റ് യുവർ ഒബ്സർവേഷൻ. ജെറി മേരി, then Nejmi, യെസ്. ഇന്നത്തെ ആളെ എന്തായാലും വിളിച്ചാൽ മതി. മുഫീദ. He is went right now. He is went എന്ന് പറയും അല്ലേ? ഓക്കെ, അവിടെ Right now. റൈറ്റ് നൗ. He is went right now എന്നാണ് മുഫി പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ, നമുക്ക് വരാം. ഓക്കെ, നന്ദന നിങ്ങൾക്കറിയാവുന്ന പറഞ്ഞു. ബിനീഷ, കൃഷ്ണേന്ദു, അനുഗ്രഹ. കൃഷ്ണേന്ദു പറയുന്നുണ്ട്. കൃഷ്ണേന്ദു, Sir, he is gone. he is gone എന്ന് പറയും. ഓക്കെ ഓക്കെ, കൃഷ്ണേന്ദു അവിടെ നിൽക്കട്ടെ. യെസ്, ഓക്കെ 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 ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടൈം പിടികരിക്കാം. അനുഗ്രഹ, ജോഷി EM, ആഷിലി പറഞ്ഞോളൂ. He leaves a few minutes. He leaves a few minutes ago. He leaves a few minutes ago. അതാണ് ആഷിലി. ഓക്കെ, ആഷിലി അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് പരിഗണിക്കാം കേട്ടോ എല്ലാവരുടെയും. ഹസീന, ഐഷ, നിങ്ങൾ പറഞ്ഞത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഇവരൊക്കെ പറഞ്ഞില്ലേ? Then ഒലൂവി, he went. ഓ യെസ്, ഐഷ പറഞ്ഞു he went. ഓക്കെ, ഒലൂവിയ, അശ്വിനി മുരളി Sir. പറഞ്ഞോളൂ. He left. He left. ഓക്കെ ഓക്കെ, From a few moments. Yes, from a few moments. Okay, 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 okay. അവിടെ നിൽക്കട്ടെ അശ്വിനി. He gone now നന്ദന പറയുന്നു. ഓക്കെ, ആശ്വിനി പറയുന്നു he went right now എന്ന് പറയുന്നു ആശ്വിനി. യെസ്, ഓക്കെ ഓക്കെ. ശിവപ്രിയ, He went to work a few minutes ago. he went to work a few minutes ago. Okay, okay. Risu, മേഘ, ഹസീന പറയുന്നു he left now. ഹസീന, മേഘ പറഞ്ഞോളൂ. Husband went out just now. He after Went out just now.
ജസ്റ്റ് നൗ എന്ന് പറയും. ജസ്റ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് ഉപയോഗിച്ചു. ഓക്കെ, അവിടെ നിൽക്കട്ടെ കേട്ടോ. യെസ്, അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാം. ഐഷയോടാണ് ചോദ്യം കേട്ടോ. ഓക്കെ, ഹി വെന്റ് ടു സ്കൂളിൽ നിന്ന് അടുത്ത വാചകമാണ് ഹി വെന്റ് ടു ദി സ്കൂൾ. ശ്രദ്ധിക്കാം, ഹി വെന്റ് ടു സ്കൂൾ ഉണ്ട്, ഹി വെന്റ് ടു ദി സ്കൂൾ ഉണ്ട്. ഐഷ, ഇതൊക്കെ ഏതാണ് ശരി? He went to the school. He went to the school. The school. He went to the school. അതാണ് ശരി. മറ്റേത് ശരിയല്ല. ഓക്കെ. Then അശ്വിനി മുരളി എന്ത് തോന്നുന്നു? He went to school ആണ് ശരി, he went to the school ആണ് ശരി. Sir, he went to school. സ്കൂളിൽ പോയി എന്നല്ലേ? He went to the school. സ്കൂളിലേക്ക് പോയി. അപ്പൊ രണ്ട് ശരിയാണെന്നാണ്. ഏതാണ് ശരി? He went to school. He went to school now. Yes. Okay. Just tell you. Then. ഏതാണ് ശരി? He went to school ആണ്, went to the school ആണ്? Sir, രണ്ട് സെയിം മീനിങ് അല്ലേ? രണ്ട് സെയിം മീനിങ് ആണ്. അതാണ് ക്രിസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. അവിടെ നിൽക്കട്ടെ ക്രിസ്റ്റ്യൻ. മുഫി, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? യെസ്. നന്ദന, രണ്ട് സെന്റൻസ് ശരിയല്ലേ? രണ്ട് ശരിയാണ്. അപ്പൊ കൃഷ്ണേന്ദുവിന് ഒരു കൂട്ടുകാരി കൂടി ആയിട്ടാണ് കൃഷ്ണേന്ദു. മുബി പറയൂ. മുബി ഫാസി, രണ്ടും സെയിം ആൻസർ അല്ലേ സർ? രണ്ട് സെയിം ആണ്. ഓക്കെ. ഞാൻ പറയാൻ കാരണം മറ്റേ സമയത്തെ കുറിച്ചുള്ള ഞാൻ ആദ്യം ചോദിച്ചത്, അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇത് രണ്ടും ശരിയാണ്. പക്ഷേ ഇപ്പൊ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ വെന്റ് ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹി വെന്റ് ടു ദ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും കറക്റ്റ് തന്നെയാണ്. പക്ഷേ രണ്ടും രണ്ടർത്ഥമാണ്. അതാണ് എനിക്ക് ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഹി വെന്റ് ടു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിക്കാൻ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹി വെന്റ് ടു ദ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ പോയതല്ല. അവൻ ചിലപ്പോൾ സ്കൂളിൽ ടീച്ചറെ കാണാൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാം. അതാണ് മനസ്സിലാക്കേണ്ടത്. യെസ്. ഓക്കെ കൃഷ്ണേന്ദു, ഹി വെന്റ് ടു സ്കൂളും ഓക്കെ തന്നെ വെന്റ് ടു സ്കൂളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐ വെന്റ് ടു ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ അമ്പലത്തിൽ പോയി എന്നാണ്. ഐ വെന്റ് ടു ദ ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോയതല്ല, എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ വരുമെന്ന് പറഞ്ഞു ഞാൻ അയാളെ കാണാൻ പോയതാണ്. യെസ്. അപ്പൊ ടു ദി എന്ന് പറയുമ്പോ അത് പർപ്പസ് അല്ല, വേറെന്തിന്. നമുക്കറിയാം, ഞാൻ നിങ്ങളെ ആരെങ്കിലും ഒരാളെ ഫോൺ വിളിക്കുകയാണ്. ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ ഹസീന പറയുന്നു ഐ ആം ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഹസീനോട് ചോദിക്കും എന്ത് പറ്റി എന്ന് ചോദിക്കും. അപ്പൊ ഹസീന പറയുമ്പോ എനിക്ക് ശരീരത്തിന് സുഖമില്ല, അതുകൊണ്ട് പോയെന്ന് പറയും. നേരെ മറിച്ച് ഹസീന പറയുന്നത് ഐ ആം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ചോദിക്കും ആരാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? കാരണം ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസീന രോഗിയാണ്, ഡോക്ടറെ കാണാൻ പോണതാണ്. ടു ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസീന അല്ല രോഗി, ഹസീന വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോണതാണ്. അപ്പൊ നമ്മൾ ചോദിക്കും ആരാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അപ്പൊ അത് നമ്മൾ ഈ ചോദിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ദി എന്ന് പറഞ്ഞ സാധനം നമ്മൾ വിചാരിക്കും ചുബ്ബ നിസ്സാരമുണ്ടെന്ന്. അർത്ഥത്തിന് വ്യത്യാസം വരും. യെസ്, നമ്മളങ്ങനെ പല സ്ഥലത്തും പറഞ്ഞു നോക്കുമ്പോൾ ദീ ഇറക്കുമ്പോൾ നല്ല സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചേർത്ത് വിട്ടിട്ടുണ്ട് അല്ലേ? യെസ്. ഇവിടെ നോക്കുമ്പോ ഒരു ധീര ഓക്കെ മൂവി ഇവിടെ നോക്കുമ്പോ ഒരു ധീര കുറവുണ്ട് കിടക്കട്ടെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊള്ളാം എന്ന് പറയും. പക്ഷെ അർത്ഥത്തിന് വ്യത്യാസം മാറിക്കും. അപ്പോ എനിക്ക് അത് തെറ്റിക്കരുത്. ഐ ആം ഗോയിങ് ടു ഹോസ്പിറ്റൽ എന്നാണെങ്കിൽ ഡോക്ടറെ കാണാൻ പോണതാണ്. ഐ ആം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ എന്നാണെങ്കിൽ ഞാൻ ഡോക്ടറെ കാണാൻ പോണതല്ല, എൻ്റെ ഒരു ബന്ധു ഒരു ഹോസ്പിറ്റലുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, കാണാൻ വേണ്ടി പോവുകയാണ്. ആ രീതിയിലാണ്.
അല്ലെങ്കിൽ ബന്ധുവാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്നാണ് ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത്, ഞാൻ അങ്ങോട്ട് പോണതാണ്. യെസ്, അങ്ങനെയാവും. അതാണ് വ്യത്യാസം. അതുപോലെ ഇത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ഇതുപോലെ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് ഉണ്ട്. പ്രസന്റ് പെർഫെക്റ്റ് ഞാൻ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യം. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പോയ സംഭവം. സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന സംഭവം. പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ നടന്നുകൊണ്ടിരുന്നത്, ഇപ്പൊ നടക്കണില്ല, അത് നേരത്തെ നടന്നുകൊണ്ടിരുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഭാവിയിൽ നടന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ളത്. നാളെ പോവുകയായിരിക്കും, നാളെ ഉറങ്ങുകയായിരിക്കും, ഭാവിയിൽ തുടരാൻ സാധ്യതയുള്ളത്. അത്രയും വരെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസിന്റെ പേര് പ്രസന്റ് പെർഫെക്റ്റ് എന്നാണ്. ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ് ഇമ്മീഡിയറ്റ് പാസ്റ്റ്. ഇങ്ങനെ തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കും പ്രസന്റ് പെർഫെക്റ്റ്. അത് ആരെങ്കിലും പറയുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. ഇപ്പൊ നമുക്ക് ഐഷ ഇവിടെ പറഞ്ഞു ഹി വെന്റ് എന്ന് പറഞ്ഞു. ഹി വെന്റ് കോ പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. ചില ആൾക്കാർ വെന്റ് എന്നുള്ളതിന് പകരം ലെഫ്റ്റ് എന്ന് പറഞ്ഞു. LEAVE ലീവ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് പറഞ്ഞു, ലെഫ്റ്റ് പറഞ്ഞു. യെസ്, അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഇന്നലെയാണ് പുള്ളി പോയതെങ്കിലും ഐഷ നമുക്ക് ഹി വെന്റ് എന്ന് പറഞ്ഞാൽ മതി. 1 മണിക്കൂർ മുമ്പ് പുള്ളി പോയി കഴിഞ്ഞാൽ ഹി വെന്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കേൾക്കുന്ന ആൾക്ക് പോയി എന്ന് മനസ്സിലാവും. എപ്പോ പോയി എന്നുള്ള കൺഫ്യൂഷനാണ്. ഇന്നലെ പോവാം, എപ്പോ വേണമെങ്കിലും പോവാം. യെസ്, ഓക്കെ ഐഷ വെന്റ് എന്ന് പറയുമ്പോൾ ഗോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടെൻസിലുള്ള ആ രീതിയിലുള്ള ആ സ്ട്രക്ചർ വെച്ചിട്ടുള്ള സെന്റൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. അതാണ് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. പ്രസന്റ് പെർഫെക്റ്റ്. ആ പ്രസന്റ് പെർഫെക്റ്റിന്റെ ഇടയിൽ എത്തുക എസ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ്. ഹാസ് ഒരു സ്ലാഷ് ഹാവ്. ഓക്കെ, മേക്ക പ്ലസ് വെർബ് വി വെർബ്. ആ വെർബിന്റെ ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എഴുതിയാലും കുഴപ്പമില്ല. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പൊ സബ്ജക്റ്റ് കഴിഞ്ഞ് ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതി പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ്. ആ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് കാണിക്കുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. നിങ്ങൾ ഇവിടെ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ അതിലൂടെ അടുത്തുകൂടെയാണ് കടന്നുപോയി. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? മൈ മദർ ഹാസ് പാസ്ഡ് ബൈ. മൈ മദർ ഹാസ് പാസ്ഡ് ബൈ. ശരീരത്തൂടെ കടന്നുപോയി. അങ്ങനെ പറയാം. ജസ്റ്റ് അപ്പൊ കഴിഞ്ഞ സംഭവമല്ലേ. യെസ്, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിച്ച് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും ഇപ്പോഴേ പോയിട്ടുള്ളൂ, അല്പസമയം മുമ്പേ പോയിട്ടുള്ളൂ എന്ന് മനസ്സിലാവും. ഐഷ ഹി വെന്റ് എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും നേരത്തെ പോയി എന്ന് ചിന്തിക്കും. അപ്പൊ ഐഷ എന്ത് പറയണം? ഹി ഹാസ് ഗോൺ. ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞാല് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാവൂ. ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞാല് വെർബിന്റെ മൂന്നാമത്തെ ഫോം ഉപയോഗിക്കാവൂ. ഓക്കെ ഐഷ പ്രസന്റ് ടെൻസോ പാസ്റ്റ് ടെൻസോ ഉപയോഗിക്കുന്നത്. ഹി വെന്റ് കറക്റ്റ് ആണ്. ഐഷ പറഞ്ഞ ഹി വെന്റ് എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആവുള്ളൂ എന്നർത്ഥം. SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ SSLCയുടെ സ്കൂളിൽ ചെന്നിട്ട് നമ്മൾ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് TCയും വാങ്ങും. അവിടെ നമ്മൾ എഴുതി കൊടുക്കും, ഡിയർ HM, ഐ ഹാവ് പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ 2023 എന്ന് എഴുതും. തെറ്റാണ്. ഐ ഹാവ് പാസ്ഡ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. പിന്നെ കൊണ്ടുവന്നൊരു 2023 എന്ന് പറയാൻ പാടില്ല. അപ്പൊ എന്ത് പറയണം? ഐ പാസ്ഡ്. അതാണ് കറക്റ്റ്. ഐ പാസ്ഡ് മൈ SSLC എക്സാമിനേഷൻ ഇൻ 2020. സിമ്പിൾ പാസ്റ്റിൽ പറയണം. കാരണം നേരത്തെ കഴിഞ്ഞ് 2023 പാസ്സായേക്കണേ. 24 അപേക്ഷയ്ക്ക് നമുക്ക് ചെന്ന TC മേടിക്കാൻ ചെല്ലുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് പാസ്സായത് നമ്മൾ പറയില്ല. യെസ്, നേരത്തെ പാസ്സായതല്ലേ. യെസ്, അപ്പൊ നമുക്ക് നേരത്തെ കഴിഞ്ഞ സംഭവമാണെങ്കിൽ അത് നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞാൽ മതി. പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴും പറയുന്നത് ഇമ്മീഡിയറ്റ് പാസ്റ്റ്.
തൊട്ട് മുമ്പ് സംഭവിച്ച കാര്യം, അല്പം മുമ്പ് സംഭവിച്ച കാര്യം ഇമ്മീഡിയറ്റ് പാസ്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് നമ്മൾ പറയുന്നത്. അപ്പോ മുബി ഫാസി Yes, sir. യെസ്. അപ്പോ മുബി ഫാസി അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ആ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന പല കാഴ്ചകളുണ്ടല്ലോ, അത് നമുക്ക് വേണമെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ്ലി പറയാം. കാരണം അവിടെ നിന്ന് നോക്കുമ്പോൾ തൊട്ട അയൽവക്കക്കാരൻ നടന്നു പോകുന്നുണ്ട്. അപ്പൊ കുറെ മൈ നെയ്ബർ ഹാസ് വാക്ക്. ഹാസ് ഹാവ് എവിടെ വരും അറിയാല്ല. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഹി ഷീ അതിന്റെ കൂടെ ഹാസ്, ബാക്കിയുള്ള എല്ലാത്തിന്റെ കൂടെ ഹാവ്. ഓർത്തിട്ടാവും. ബോയ് എന്നാണെങ്കിൽ ഹാസ്, ബോയ്സ് എന്നാണെങ്കിൽ ഹാവ്, ഗേൾ എന്നാണെങ്കിൽ ഹാസ്, ഗേൾസ് എന്നാണെങ്കിൽ ഹാവ്. ഓക്കെ, അപ്പൊ അങ്ങനെ പറയാം. അപ്പൊ മുബി അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളൊന്നും നോക്കി അല്ലെങ്കിൽ എന്നോട് ഉണ്ടാക്കിക്കോട്ടോ, കണ്ടതായിട്ട് ഭാവിച്ചോ. എന്നിട്ട് അല്ലെങ്കിൽ അവിടെ അടുക്കളയിൽ ഒരു ശബ്ദം കേട്ടു, ഒരു പാത്രം, ഒരു ശബ്ദം കേട്ടു. അപ്പൊ മുബിക്ക് പറയാം ഐ ഹാവ് ഹേർഡ് എ സൗണ്ട് ഫ്രം കിച്ചൺ. യെസ്, ഐ ഹാവ് ഹേർഡ് എ സൗണ്ട് ഫ്രം കിച്ചൺ. നിങ്ങൾ അടുക്കളയിൽ നിൽക്കുകയാണ്, ഭർത്താവ് വന്നു കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, അല്ല ഭർത്താവ് പുറത്തുനിന്ന് വന്നപ്പോൾ നിങ്ങൾ ഭർത്താവിനോട് ചോദിക്കുകയാണ് ഭക്ഷണം കഴിച്ചാൽ. അപ്പൊ പുള്ളി പറയാണ് ഐ എയ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ കുറച്ച് എടുക്കട്ടെ, ഐ എയ്റ്റ് ഫുഡ് വളരെ നേരത്തെ കഴിച്ചതായി. നേരെ മറിച്ച് ഭർത്താവ് പറയാണ് ഐ ഹാവ് ഈറ്റൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചിട്ട് കുറച്ചു നേരമായിട്ടുള്ളൂ, പുറത്തുനിന്ന് ഇപ്പൊ കഴിച്ചു, ഇനി എപ്പോ ഭക്ഷണം വേണമോ എന്ന് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. യെസ്, അപ്പൊ ഉപയോഗിക്കുന്ന ടെൻസ് അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കും ഇത് അറിയാവുന്ന ആളായിരിക്കണം. യെസ് അല്ലെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. സംഭവിച്ച കാര്യമാണ്. എന്നാലും ഞാനത് പറയുന്നത്, ഞാനേ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തില് ആനയുടെ പാപ്പാനായിരുന്നു, പരിചയമുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം ആനക്ക് ഇങ്ങനെ പട്ട വെട്ടിക്കൊണ്ട്, അവരുടെ കത്തിയെല്ലാം മൂർച്ചയുള്ള ആ വെട്ടൊന്നും മാറിക്കൊള്ളുകയും അദ്ദേഹത്തിന്റെ തള്ള വിരലങ്ങട് മാറിപ്പോവുകയും ചെയ്തു. താഴെ വീണത് നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പൊ പക്ഷെ പുള്ളിക്ക് നല്ല മനസാന്നിധ്യം ഉണ്ടായിരുന്നു. പുള്ളി തന്നെ അത് എടുത്ത്, പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആംബുലൻസ് ഉണ്ടായതുകൊണ്ട് പുള്ളിനെ ഉടനെ തന്നെ എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് നമ്മുടെ നോർത്തിൽ, അവിടെ കൊണ്ടുവരികയും ആ വിരല് വെച്ച് പിടിപ്പിക്കുകയും അങ്ങനെ കുറെ നാളിന് ശേഷം ആ പഴയതുപോലെ അപേക്ഷിച്ചു. അപ്പൊ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഭയങ്കര, പിന്നെ അവിടെ ആംബുലൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഈ കഥ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ പയ്യന്റെ കൈയുടെ ഈ അറ്റം കുറച്ചിങ്ങനെ മുറിഞ്ഞു പോയി. അപ്പോഴാണ് പുള്ളി ഇത് ഓർത്തത്, പണ്ട് ഇതേപോലെ കൊണ്ടുപോയി ശരിയാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തത്. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, ഈ കൈയുടെ മുറിഞ്ഞുപോയ അറ്റം ആ അരമതിൽ, വീടിന്റെ മുന്നിൽ അരമതിൽ വെച്ചിട്ട് അകത്ത് പോയിട്ട് തുണി എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ പുള്ളി അകത്ത് പോയി തുണിയൊക്കെ എടുത്ത് കൈയൊക്കെ ചുറ്റി വന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. ഒരു കാക്ക ഈ വിരൽ കൊത്തിക്കൊണ്ട് പോയി. യെസ്, ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോ പിന്നെ അത് കിട്ടിയില്ല. യെസ്, അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ കാക്കക്ക് അറിയില്ലല്ലോ ഇത് ഇതിന്റെ ആവശ്യമാണെന്നുള്ള കാര്യം. യെസ്, നമ്മൾ ഇംഗ്ലീഷ് പ്രസന്റ് പെർഫെക്റ്റിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് കൂടി അത് മനസ്സിലാവണം. നേരത്തെ ഞാൻ ടു ദി വെച്ചിട്ട് ടു ദി വെക്കാതെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് അറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാവും. അയാൾ ഗോയിങ് ടു ഹോസ്പിറ്റലും അയാൾ ഗോയിങ് ടു ഹോസ്പിറ്റലും രണ്ടും വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. പക്ഷെ ഇത് അറിയാൻ പാടില്ലാത്ത ഒരാള് സംസാരിക്കുമ്പോൾ നിങ്ങൾ അയാൾ എന്ത് ചെയ്യുക കൂടി വേണം, തിരുത്തി കൊടുക്കുക കൂടി വേണം. ഇങ്ങനത്തെ സംഗതി ഇംഗ്ലീഷിൽ. അപ്പൊ നിങ്ങളിപ്പോ ഗ്രാമറിൽ അടിപൊളിയാണെന്ന് അവർ ചിന്തിക്കും. യെസ്, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് വെക്കാം, ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു ബോർഡ് അങ്ങോട്ട് വെക്കാം, എന്നിട്ട് അങ്ങനെ തുടങ്ങാം. എന്ത് പറയണം, ഞാൻ തമാശ പറഞ്ഞാൽ കേട്ടാ, നിങ്ങൾ തുടങ്ങിക്കോ, ധൈര്യമായിട്ട് ആരംഭിച്ചു. ഞാനിങ്ങനെ പറഞ്ഞിട്ട്
ആരംഭിച്ച നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരത് കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും പഠിപ്പിക്കില്ല സാറേ, ഗ്രാമർ മാത്രം. അപ്പോൾ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മാതാപിതാക്കന്മാരുണ്ട്. 8ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് മലയാളവും ഇംഗ്ലീഷൊന്നും മര്യാദക്ക് വായിക്കാൻ അറിയാൻ പറ്റാത്ത പാസ്സായി ഓൾ പാസ്സായി പോരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവര് കുറച്ച് പഠിക്കട്ടെ. അപ്പൊ ചിലപ്പോൾ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾ അങ്ങനെ എക്സ്പെർട്ട് ആയി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ പറയുന്നതാണ് നിങ്ങളുടെ ഫീസ്. ആ ഫീസിൽ നിങ്ങൾ ചില വലിയ എക്സ്പെർട്ടായിട്ട് മാറും. അപ്പോ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചുകളാണ്. ചെറിയ ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയാൽ മതി. എന്ത് പറയുന്നു? കൈ നോക്കാൻ താല്പര്യമുണ്ടോ? യെസ്, അതോടുകൂടി നിങ്ങളുടെ റേഞ്ചും വേറെ ലെവലാവും. യെസ്, കൃഷ്ണേന്ദു ശ്രമിച്ചുകളാ കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമർ അടുത്ത വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് ആ പരിപാടി നമുക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസ് ആണ് ഇമ്മീഡിയറ്റ് പാസ്റ്റിനെ കുറിച്ച് പറയാനായിട്ട് സൂചിപ്പിക്കുന്നത്. സബ്ജക്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഞാൻ കുറച്ചും കൂടി നീട്ടി പിടിച്ചത് മുബിക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മുബി ആലോചിച്ച് കഴിഞ്ഞില്ലേ, ഈ ഒരു 5 വാചകം ഒന്ന് പറഞ്ഞു. സബ്ജക്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ്, വെർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. My son has passed. My servant has passed. Okay. Some birds have flying. അങ്ങനെ വരും സർ. Birds വരുമ്പോ have ഉപയോഗിച്ചു. Birds. Some birds have flying. Flied എന്നല്ല, fly. എപ്പോഴും ഹാസ് അല്ലെങ്കിൽ ഹാവ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോം പറയും കേട്ടോ. My friend has passed by. യെസ്, ഒക്കെ പാസ്ഡ് ആണല്ലോ, ഒന്ന് മാറ്റി പിടിക്കും കേട്ടാ. എല്ലാത്തിനും പാസ്ഡ് വേറെ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു. ഐ ഹാവ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ടീച്ചർ. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ടോട്ട്. TAUGHT. പാസ്റ്റ് പാർട്ടിസിപ്പിളും ടോട്ട് എന്നുണ്ട്. അപ്പൊ ഐ ഹാവ് ടോട്ട് മൈ ചിൽഡ്രൻ. എന്നെ കുട്ടി ഇപ്പൊ ഉറങ്ങിയുള്ളൂ. മൈ ബേബി ഹാസ് സ്ലെപ്റ്റ്. സ്ലീപ്പ് പ്രസന്റ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് സ്ലെപ്റ്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിളും സ്ലെപ്റ്റ്. മൈ ബേബി ഹാസ് സ്ലെപ്റ്റ്. യെസ്, നമ്മൾ ഇപ്പൊ അങ്ങനെ രാവിലെ പോലത്തെ ഭക്ഷണം കഴിച്ചോളൂ. ഐ ഹാവ് ഈറ്റൺ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് ഈറ്റൺ മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, പോരട്ടെ മൂവി സ്റ്റോക്ക് പോരട്ടെ. I have eaten some chocolates. യെസ്, ഐ ഹാവ് ഈറ്റൺ. അപ്പൊ ഭയങ്കര ബുദ്ധിപൂർവ്വമാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് മാറ്റിയിട്ട് അവിടെ നോക്കി ചോക്ലേറ്റ് ആയി. വെരി ഗുഡ്. യെസ്, ഓക്കെ. I have some jewelries. യെസ്, ഐ ഹാവ് സം ജ്വല്ലറീസ് സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷേ അതിന്റെ അകത്ത് വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സെന്റൻസ് കറക്റ്റ് ആണ്. ഈ ഹാവ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം ആണ്. അപ്പൊ അത് എന്താവില്ല? പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ടെൻസ് ആവില്ല. അപ്പോ മുബി പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ആയിരുന്നു. ഐ ഹാവ് സം ജ്വല്ലറി എന്ന് പറഞ്ഞ കറക്റ്റ് ആണ്. എനിക്ക് കുറച്ച് ആഭരണങ്ങളുണ്ട്, കറക്റ്റ് ആണ്. ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്, കറക്റ്റ് ആണ്. അവിടെ ഹാവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിരിക്കുന്നത് എന്താണ്? വെർബല്ല, ലവ്ലി ഹസ്ബൻഡ്. സുന്ദരനായ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ്. അതൊരു വെർബല്ല, അതൊരു നൗണാണ്. അപ്പൊ നൗണും വെർബും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്കറിയാം, എന്നാലും പറയുന്നത് ഒരു പേരിനെ കുറിക്കുന്നതാണെങ്കിൽ നൗൺ. വെർബിന് എപ്പോഴും നമുക്ക് 3 കാലങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഓടുക, ഓടി, ഓടും. ചാടുക, ചാടി, ചാടും. പഠിച്ചു, പഠിക്കുക, പഠിച്ചു, പഠിക്കും. പഠിപ്പിക്കുക, പഠിപ്പിച്ചു, പഠിപ്പിക്കും. ഉറങ്ങുക, ഉറങ്ങി, ഉറങ്ങും. ഇങ്ങനെ 3 കാലങ്ങൾ പറയാൻ പറ്റും. എ ലവ്ലി ഹസ്ബൻഡ് എന്നുള്ളതിന് ഇതുപോലെ 3 കാലങ്ങൾ പറയാൻ പറ്റും. പറ്റൂല, കാരണം എന്താണ്? അത് നൗണാണ്. നൗണിന് 3 കാലങ്ങൾ പറയാൻ പറ്റില്ല, വെർബിനെ 3 കാലങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ അടുത്തുകൂടെ സെർവന്റ് പോയി. അപ്പൊ പോയി എന്നുള്ളതിന് നമുക്ക് പറയാം പോയി, പോവുക, പോകും. കേട്ടോ, 3 കാലങ്ങൾ പറയാൻ പറ്റും. യെസ്, ഞാൻ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ സൗണ്ട് കേട്ടു. ആ കേൾക്കുക എന്നുള്ളതിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. കേൾക്കുക, കേട്ടു, കേൾക്കും. കേട്ടോ, അതാണ് വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെർബിന് എപ്പോഴും 3 കാലങ്ങളുണ്ട്.
ഇപ്പൊ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാഴ്ച കാണാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ കാണുന്നത് ഒരു ബെക്കനെ കാണും, ഒരു യാചകനെ കാണാൻ. ജനലിലൂടെ നോക്കിയപ്പോൾ ഒരു യാചകനെ കാണാൻ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ ഹാവ് സീൻ എ ബെഗർ. ഐ ഹാവ് സീൻ എ ബെഗർ. കണ്ട, സി കാണുക. പാസ്റ്റ് ആണ് സോ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് സീൻ. സി, സോ, സീൻ. SEEN. I have seen a beggar. Yes. Okay. Okay, moving. Very good, very good, very good, very good. ഈ ആർക്കാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒന്ന് പറയണമെന്നുണ്ട്? ഹാസ് അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോരുത്തരും കുറേയിലൂടെ പറയും, നിങ്ങൾ വരാതിരിക്കുകയും ചെയ്തേക്കാൻ നല്ലതാണല്ലോ, നിങ്ങൾ ഇങ്ങോട്ട് പറയും. ഓക്കെ, കൃഷ്ണ പറഞ്ഞോ. സാർ 2 സെന്റൻസ് ഞാൻ ഉണ്ടാക്കിയത് പറയാം. 2 സെന്റൻസ് ഞാൻ ഉണ്ടാക്കിയത്, ബാക്കി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ കൃഷ്ണ പറഞ്ഞോ. I have heard children sound from near Anganawadi. I have played. I have heard children's sound from near Anganawadi. Yes, I have heard the children sound from Anganwadi. അംഗൻവാടിയിൽ ഐത്താക്കാണ് ഹാവ് കഴിഞ്ഞു. ഹിയർ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഹേർഡ്. HEAR ഹേർഡ്. കറക്റ്റ് ആണ്. അടുത്തത്. I have got the smell of porridge and beans. Fire out. Yes. I have got the smell of beans. അല്ലേ? ബീൻസിന്റെ സ്മെല്ല് കിട്ടി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ വേണമെങ്കിൽ അമ്മ അവിടെ വല്ലതും ചെയ്യുന്നെങ്കിൽ അത് പറയാം, മൈ മദർ. അപ്പൊ ഹാവ് എന്നുള്ള പകരം ഹാസ് ആക്കണം. അപ്പൊ അമ്മ അവിടെ നിന്ന്, നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോ അമ്മ അവിടെ നിന്ന് പാത്രം കഴുകുന്നു. അപ്പൊ പറയാം, മൈ മദർ ഹാസ് വാഷ്ഡ് ദ ഡിഷസ്. പ്ലേറ്റ് എന്ന് വെച്ചാൽ പറയാം യെസ്. പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോ കൃഷ്ണൻ വേറെന്തോ കാണണേ? My son watching TV. My son Yes. has watching TV. ഓക്കെ ഓക്കെ, സെന്റൻസ് കറക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പ്രസന്റ് പെർഫെക്റ്റ് ആവില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാസോ ഹാവോ അത് ചേർത്തില്ല. അതാണ് സംഭവം. കാരണം കൃഷ്ണൻ പറഞ്ഞു കിടക്കില്ല. കാരണം അവിടെ നിന്ന് നോക്കുമ്പോഴും ഇപ്പോഴും അവൻ എന്ത് ചെയ്യുന്നു? TV കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ മൈ സൺ ഈസ് വാച്ചിങ് TV കറക്റ്റ് ആണ്. പക്ഷേ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ, അതായത് അവൻ TV ഓഫ് ചെയ്ത് കഴിഞ്ഞു, അപ്പൊ അവൻ പറയാം, മൈ സൺ ഹാസ് വാച്ച്ഡ് TV. യെസ്, ജസ്റ്റ് ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ഓക്കെ, പിടികിട്ടില്ല? എന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? മനസ്സിലായി സർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ കൃഷ്ണ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഇനി ആരാണ്? മുഫി, ഒരു കൈ നോക്കിയാലോ? Okay, sir. ഓക്കെ, നിങ്ങൾ അങ്ങനെ ധൈര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു നോക്കട്ടെ. എത്രയൊക്കെ തെറ്റിക്കോട്ടെ, ഞാനില്ലേ? Okay. Yes. She has finished her washing. Yes, she has finished her washing. അവൾ അവളുടെ അലക്കൊക്കെ പൂർത്തിയാക്കി. കറക്റ്റ് ആണ്. ഷീ ഉണ്ട്, ഹാസ് ഉണ്ട്, ഫിനിഷ് എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫിനിഷ്ഡ്. ഓക്കെ, അടുത്തത്. I has lost my bag. I has lost my bag. ബാഗ്. അവിടെ ചെറിയൊരു ഐ ഹാവ് ലോസ്റ്റ് മൈ ബാഗ്. ലൂസ് എന്നുള്ളതിന്റെ ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോയിസ്റ്റ് മതി. ലോസ്റ്റിന് വേണം ലോസ്റ്റ്. Lost. Okay. Boy has eaten his food. കറക്റ്റ്. ബോയ് ഹാസ് ഈറ്റൻ ഹിസ് ഫുഡ്. കണ്ടോ? ബോയ് അവന്റെ ഫുഡ് കഴിച്ചു. കറക്റ്റ്. ബോയ് എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ ഹാസ് ഉപയോഗിച്ചു. ഇനി ആ ബോയ് എന്നുള്ളതിന് പകരം ബോയ്സ് എന്നാണെങ്കിൽ ഹാസിന് പകരം Have വരും. Girls have completed their work. യെസ്. ഒരു മിനിറ്റ്, ആ ഹിസ് ഇല്ലേ, ഹിസ് മാറ്റണം. ഒരു ബോയ് ഉള്ളതിന് പേരാണ് അവന്റെ എന്ന് പറഞ്ഞത്. ഒന്നി കൂടുതലാവുമ്പോ അവന്റെ എന്ന് മാറ്റണം. അപ്പൊ എന്ത് പറയും? ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ഈറ്റൻ ദെയർ ഫുഡ്. ഓക്കെ, കറക്റ്റ്. That's it, sir. Okay, that is all. Very good, very good. Okay. Yes, നേർത്താണ്. യെസ്, മാക്സിമം നമ്മൾ അടുത്ത മാസം കൂടെ പറയുള്ളൂ. 2 മാസം ഇതേപോലെ പറയാനുള്ളൂ. യെസ്, അപ്പോ അതുകൊണ്ട്
മാർച്ച് മാസം 2-ാം തീയതി. ഇനി നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാല് പറയാൻ പറ്റില്ല. ഓക്കെ, മേഘ പറഞ്ഞോളൂ. സാർ കേൾക്കാവോ? പറഞ്ഞോളൂ. My baby has played with her doll. യെസ്, മൈ ബേബി ഹാസ് പ്ലേഡ് വിത്ത് ഡോൾ. കറക്റ്റ് ആണ്. I have already finished my morning run. യെസ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ മോർണിംഗ് വർക്ക് ഓർ ഡൊമസ്റ്റിക് വർക്ക്. കറക്റ്റ് ആണ്. I have sent the important emails. യെസ്, ഐ ഹാവ് ചെക്ക്ഡ് ദ ഇമ്പോർട്ടന്റ് ഇമെയിൽ. കറക്റ്റ് ആണ്. She has gone to the market. യെസ്, ഹി ഹാസ് ഗോൺ ടു മാർക്കറ്റ്. ഹി ഹാസ് ഗോൺ ടു മാർക്കറ്റ്. അപ്പൊ അവിടെയും അത് ടു മാർക്കറ്റ് എന്ന് പറഞ്ഞത് ടു ദ മാർക്കറ്റ് എന്ന് പറയുന്നത് എടുത്തിട്ടുണ്ടാണ്. സാധാരണ മാർക്കറ്റ് അല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല, അല്ല സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ്. ടു മാർക്കറ്റ്, മാർക്കറ്റിൽ പോണ സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പൊ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാതെയുള്ള മറ്റാവശ്യങ്ങൾക്ക് പോയാൽ ടു ദ മാർക്കറ്റ്. ഓക്കെ, മേഘ കണ്ടിന്യൂ. യെസ്, ഓക്കെ ഓക്കെ, മതി പറഞ്ഞതെല്ലാം കറക്റ്റ് ആയിരുന്നു. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐഷ. യെസ്, മനസ്സിലുണ്ട്. സാറ് വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ അങ്ങോട്ട് പറയില്ല. ഇതല്ലേ അങ്ങനെ ചിന്തയുടെ മനസ്സിലല്ലേ? ഞാൻ വിളിക്കട്ടെ, വിളിച്ചാൽ ഞാൻ ചെല്ലും അല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുള്ളൂ എന്ന് പറയല്ലേ? അത് നമ്മുടെ മനസ്സിലുള്ള ഒരു എന്താ പറയാ, വൈകാരികമായ അവസ്ഥയാണ്. അപ്പൊ ഐഷ, ഇതിന്റെ പറയുന്നതിന് മുമ്പ് ഞാനൊരു സിവിൽ സർവീസിന്റെ ചോദ്യം ചോദിക്കാം. ചോദ്യം ചോദിക്കുന്നത് ഐഷയോടാണ്, പക്ഷെ എല്ലാവർക്കും അതിൽ പങ്കെടുക്കട്ടെ. യെസ്, ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയണം. സാർ പറഞ്ഞാൽ പറഞ്ഞേക്കണം. യെസ്, അപ്പൊ ഞാൻ പറയാം. ചോദ്യം ഇതാണ്. ഐഷ ഐഷയുടെ നാട് എവിടെയാണ്? കൊല്ലം. കൊല്ലം. യെസ്, അപ്പൊ കൊല്ലത്തുള്ള ഒരു വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയാണ് ഐഷയുടെ വിജയൻജി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉയർന്ന, സാധാരണ കർക്കോ ടൈപ്പിസ്റ്റ് ഒന്നുമല്ല, ഒരു ടോപ്പ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയെന്ന് ഐഷ വിചാരിക്കുക. ഐഷ ഒറ്റയ്ക്ക് ഒരു പുഴയുടെ സമീപത്തുകൂടെ നടന്നു പോകുക. മനസ്സിൽ വിചാരിക്കുക. ഐഷ തൊട്ടടുത്ത് വീടുകളോ ആരും തന്നെ ഇല്ല. ആൻഡ് യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് ദ റിവർ. നദിയുടെ സമീപത്ത് നടന്നു പോകുക. ഐഷക്ക് നീന്താൻ അറിയില്ല. യു ഡോണ്ട് നോ ഹൗ ടു സ്വിം ആൻഡ് യു ആർ പാസിംഗ് ബൈ ദ സൈഡ് ഓഫ് ദ റിവർ. ഐഷ നോക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നത് കാണും. ചെറിയ കുട്ടി. ചോദ്യം ഇതാണ്, what will be Aisha's first reaction and what you will do? And you are a great officer of Kollam district and you are passing by the side of a river and you are alone, thereby nobody, no house nearby and you are alone. You don't know how to swim. Suddenly you see a baby singing in the water. What will be? I call fire force. ഐഷ നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡുകൾക്കും മണിക്കൂറിന്റെ വിലയാണ് കേട്ടോ. അല്ല, സ്വിമ്മിങ് അറിയാതെ വെള്ളത്തിൽ ചാടിയ എന്റെ ജീവനും കൂടെ പോകത്തില്ലേ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഐഷക്ക് നീങ്ങാൻ അറിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു. യെസ്, നിങ്ങൾ വിചാരിക്കും ഇതാണ് ഞാനേ എന്റെ മനഃപൂർവ്വം പറഞ്ഞു. ഈ ചോദ്യം സിവിൽ സർവീസിന് ചോദ്യം ചോദിക്കാൻ വന്നത് ഞാൻ ഇങ്ങോട്ട് മാറ്റി തന്നെ. ഇത് വർഷങ്ങൾക്ക് മുമ്പ് when I was nearly 25-23 years old, ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്റർവ്യൂവിന് പങ്കെടുത്തു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിരുന്നത് വെളുപ്പിന് 5 മണിക്ക് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോഴാകട്ടെ, വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ തലേ ദിവസം ഞാൻ മൈസൂരിലിരുന്നു. അവിടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ചാമുണ്ടേശ്വരി എന്ന് പറയുന്ന ലോഡ്ജിൽ ഒരു മുറി എടുക്കുന്നു. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേൽക്കുന്നു, കുളിച്ച് റെഡിയാവുന്നു, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുന്നു.
കാരണം ചെസ്റ്റ് വെയിറ്റ് ഒക്കെ വേണമല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള റെയിൽവേ സ്റ്റേഷൻ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെന്റ് രാവിലെ 5 മണിക്ക് വെളുപ്പിന് 5 മണിക്ക് വെയിറ്റ് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ വണ്ടി വരും, ഒരു ട്രക്കും ഒരു ബസ്. അപ്പൊ ആ ട്രക്കിലേക്ക് ഞങ്ങളുടെ ലഗേജുകളെല്ലാം കയറ്റുന്നു, ഞങ്ങളെ ബസ്സിൽ കയറ്റിയിട്ട് അങ്ങ് പോകുന്നു. അങ്ങനെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ റിക്രൂട്ടിംഗ് സെന്റർ, മൈസൂർ റിക്രൂട്ടിംഗ് സെന്ററിലേക്ക് ഞാൻ എത്തുന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ആ റിക്രൂട്ടിംഗ് സെന്ററിന്റെ വലിയ കവാടത്തിന്റെ ഉള്ളിലൂടെ ഈ ബസ് ഇങ്ങനെ പോയപ്പോൾ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ എയർഫോഴ്സ് ബെക്കൻസ് യു, ഇന്ത്യൻ എയർഫോഴ്സ് നിങ്ങളെ മാടി വിളിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചെന്നു. അപ്പൊ അന്ന് അവിടെ നടന്ന ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ പെണ്ണ് കൂടി വെച്ചത്. അത് അവര് വളരെ രസകരമായിട്ടാണ് ചോദിക്കുന്നത്. എന്ത് രസകരമായിട്ടാണ്? യെസ്, നമ്മളപ്പോ ഇങ്ങോട്ട് ഉത്തരം പറയാനായിട്ട് ആരംഭിക്കുമ്പോൾ അവർ പറയും, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് യു ആർ ആൻ ഓഫീസർ. യെസ്, നിങ്ങളൊരു ഓഫീസറാണ്, മറക്കരുത്. യെസ്, കണ്ടിന്യൂ. അപ്പോ നമ്മൾ ഈ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ അവര് നമുക്കുള്ള മാർക്കറ്റ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നു. ഞാനേ വേറെ കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് MG യൂണിവേഴ്സിറ്റിയുടെ കലോത്സവത്തിന് ഒരു പെൺകുട്ടിക്ക് മോണാക്ട് ഫസ്റ്റ് കിട്ടി. ആ മോണാക്ട് ആ പെൺകുട്ടി അവതരിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭർത്താവ് മരിച്ചു എന്നറിയുമ്പോൾ ഭാര്യ കരയുന്നത്, ഇതാണ് ആ പെൺകുട്ടി അവതരിപ്പിച്ചത്. അത് ഒരു 7-8 ലെവലിലുള്ള ആളുകളുടെ, അതായത് IAS-കാരനായ ഭർത്താവ് മരിച്ചു എന്ന് IAS-കാരിയായ ഭാര്യ അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള അവളുടെ കരച്ചിൽ എന്താണ്? അതിൽ താഴെ അങ്ങനെ താഴെ ഏറ്റവും ഒരു ചേരി പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു എന്നറിയുമ്പോൾ ആ പെൺകുട്ടിയുടെ ആദ്യത്തെ കരച്ചിൽ എങ്ങനെയാണ്? ഈ സംഗതിയാണ് അവരവതരിപ്പിച്ചത്. ആ വെറൈറ്റി ആയിട്ട് അവതരിപ്പിച്ചു. കാരണം ഓരോരുത്തർക്കും ഓരോ ആ ഒരു രീതി ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ വരും. ആ കരച്ചിലിന് അങ്ങനെ ഇരിക്കും. യെസ്, ഒരുപാട് ദുഃഖങ്ങളുള്ള ചില ആളുകൾ കരയാണ്ട് നിൽക്കുന്നത് കാണാം. അപ്പൊ നമ്മൾ എന്ത് പറയും? ഓ, എന്തൊരു ദുഷ്ടനാണ്, പക്ഷെ അദ്ദേഹമായിരിക്കും ഏറ്റവും കൂടുതൽ കരയുന്നത്, അല്ലേ? നമ്മൾ പറയാറില്ലേ, മൗനം വാചാലമാകും. വെച്ചാല് മൗനം കൊണ്ട് ഒരുപാട് സംസാരമുണ്ട്. ചിലപ്പോ കുറെ നിങ്ങൾ തന്നെ ഭർത്താവുമായിട്ട് തല്ലു പിടിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിണ്ടാണ്ടിരിക്കില്ലേ, ചോദിക്കില്ലേ എന്താണ് ഈ മൗനം? യെസ്, അപ്പൊ ഈ മൗനം എന്ന് പറയുമ്പോൾ ശരിക്കും നിങ്ങൾ കരയിരിക്കാം. യെസ്, ഈ മൗനമായിട്ടിരിക്കുന്നതാണ് ഉറക്കെ കരയിരിക്കാം. അത് അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിലാവണം, അത് മൗനമായിട്ടിരിക്കുന്നതല്ല, അത് കരയുന്നതാണ്. യെസ്, അത് തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് പോട്ടെ. മൗനത്തിന് ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ നമ്മൾ മൗനത്തെ കുറിച്ച് പറയുന്നത്, മൗനം എന്ന് വെച്ച് കഴിഞ്ഞാല് സമ്മതത്തിന്റെ ലക്ഷണമാണ്, അല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്ത് കല്യാണമൊക്കെ കഴിക്കണമെങ്കിൽ പെൺകുട്ടി അല്ല, ഒരു പെൺകുട്ടീനോട് ഒരു പയ്യൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മറുപടി പറയും. ഓക്കെ, യെസ് അല്ലെങ്കിൽ നോ, അപ്പൊ തന്നെ കറക്റ്റാണ്. മാതാപിതാക്കന്മാരെ പെൺകുട്ടികളോട് എടാ നിന്റെ കല്യാണം തീരുമാനിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോഴത്തെ കുട്ടികൾ കറക്റ്റായിട്ട് പറയും, ഇപ്പൊ വേണ്ട, 2 കൊല്ലം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ 1 കൊല്ലം, അല്ലെങ്കിൽ വേണ്ട ഞാനത് കണ്ടുപിടിച്ചോളാം, ഞാൻ പറയാം എന്ന് പറയും. കറക്റ്റ്. പഴയ കാലത്ത് അങ്ങനെ പറയൂ? പഴയ കാലത്ത് അങ്ങനെ പറയില്ല, മിണ്ടാതിരിക്കും, അല്ലേ? മിണ്ടാതിരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് അച്ഛനും അമ്മയും വിചാരിക്കും എന്ന് പറയും, മൗനമാണ് സമ്മതത്തിന്റെ ലക്ഷണം, അല്ലേ? മൗന സമ്മതത്തിന്റെ ലക്ഷണം എന്ന് പറയും. ഈ ഓക്കെ കൃഷ്ണേന്ദു, മൗന സമ്മതമാണ്. നമ്മുടെ മയിലാട് കുന്ന് എന്ന് പറയുന്ന ഒരു പഴയൊരു സിനിമയുണ്ട്, അതിൻ്റെ അകത്ത് വയലാർ എഴുതിയേക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിന്റെ ഫസ്റ്റ് വരി ഇതാണ്. മൗനത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. അതായത് സന്ധ്യ മയങ്ങുന്നേരം ഗ്രാമചന്ത പിരിയുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ? സന്ധ്യ, ഈ പാട്ടിന്റെ ഓർക്കുന്നില്ല, വരികളൊന്നും ഞാൻ പാടാൻ എക്സ്പെർട്ടല്ല. അതിന്റെ ഫസ്റ്റ് വരി അതാണ്. എന്റെ 2ാമത്തെ സ്റ്റാൻസിൽ ഒരു വരിയുണ്ട്. ആ വരി ഈ മൗനത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് കടത്തുതോണിയിൽ ആളുകൾ കയറും കല്ലൊതുക്കുകളിലൂടെ, കാട്ടുതാറാവുകൾ ഇണകളെ തേടും കായലിനരികിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം? വയലാറായതുകൊണ്ട് അത് ഭംഗിയായിട്ട് കൊണ്ടുവന്നു. എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം? അപ്പൊ മൗനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കവികളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഉത്തരം പറയാം. അപ്പൊ ഓരോരുത്തരും അന്ന് ആ കുട്ടിക്ക്
പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ജീവിതത്തിന്റെ വിവിധ ലെവലിലുള്ള സ്ത്രീകള് അവരുടെ ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ അത് ആ കരച്ചില്, അതാണ് ആ പെൺകുട്ടിയെന്ന് അവതരിപ്പിച്ചിട്ട് യൂണിവേഴ്സിറ്റിയിൽ മിമിക്രിക്ക് ഫസ്റ്റ് മേടിച്ചു. യെസ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു സാധാരണ വ്യക്തിയല്ല. യു ആർ എ ഗ്രേറ്റ് ഓഫീസർ ആൻഡ് യു സീ ദ ബേബി സിംഗിങ് ഇൻ ദ പാട്ട്. ഐഷ, ഇനിയും വൈകി കഴിഞ്ഞാൽ കൊച്ചു മരിച്ചു പോകട്ടെ, തീരുമാനം പറ. കോൾ ഫയർഫോഴ്സ്. മൂപ്പി പറയുന്നു ഫയർഫോഴ്സിനെ വിളിക്കുമെന്ന് പറയുന്നു. ഓക്കെ, ഈ മൊബൈൽ ഒന്നും ഇല്ലാതിരിക്കുന്ന കാലഘട്ടം എന്ന് വിചാരിച്ചോ കേട്ടോ. ഐ റൈസ് മൈ ഹാൻഡ്. ആ പറഞ്ഞോളൂ. ആളുകളെ വിളിച്ചു കൂട്ട്. ഏ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടും. വിളിച്ചു കൊണ്ടും അല്ലെ? ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് സിറ്റുവേഷനൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കി. അടുത്തെങ്കിൽ ആരുമില്ല, വീടുമില്ല, യു ആർ എലോൺ എന്നൊക്കെ നമ്മൾ ആദ്യം സിറ്റുവേഷനൊക്കെ പറഞ്ഞു. അടുത്തൊക്കെ വീടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഐഷ പറഞ്ഞതൊക്കെ ഞങ്ങൾ സമ്മതം. ഓക്കെ ഐഷ, യെസ്. എന്നാൽ ഐഷയുടെ എന്താ പറയാ ആലോചിക്കാനായിട്ടുള്ള ആ ഒരു സംഗതി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ മറ്റേ വിഷയത്തോട്ട് വീണ്ടും വരാം കേട്ടോ. യെസ് ശിവപ്രിയ. യെസ് ശിവപ്രിയ. Sir. യെസ്. ആ പെൺകുട്ടി ശിവപ്രിയ എന്ന് വിചാരിക്കുക, ആ ഓഫീസർ ശിവപ്രിയ എന്ന് വിചാരിക്കുക. വാട്ട് ഇസ് നിങ്ങൾ വിചാരിക്കും ഇവ ഇങ്ങനെയൊന്നും ചോദിക്കില്ല, പക്ഷെ ചോദിക്കും. ഉയർന്ന പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. യെസ്, ഉയർന്ന പോസ്റ്റുകളിലേക്ക്, ചെറിയ പോസ്റ്റുകളിലേക്കല്ല, ഉയർന്ന പോസ്റ്റുകളിലേക്ക്. അന്ന് തന്നെ ചോദിച്ച വേറെ ചോദ്യമുണ്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, ഇതെന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അടുത്ത എപ്പോഴേക്കും പറയും. ശിവപ്രിയ പറഞ്ഞോളൂ. ശിവപ്രിയ, വാട്ട് വിൽ ബി ദ റിയാക്ഷൻ? Sir, അറിയില്ല. യെസ്, ശിവപ്രിയ എടുത്ത് ചാടുവോ വെള്ളത്തിലേക്ക്? ഞാൻ ആദ്യമേ പറഞ്ഞു ശിവപ്രിയ. പിന്നെ വരുന്ന ആള് രണ്ടാളെ രക്ഷിക്കേണ്ടി വരരുത്. ഒന്ന് കുട്ടിയെ രക്ഷിക്കണം, പിന്നെ ശിവപ്രിയെ രക്ഷിക്കണം. യെസ്, വാട്ട് യു വിൽ ഡു? യെസ്, ഓക്കെ ശിവപ്രിയ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ അങ്ങനെ ആലോചിക്കണം. മുഫീദ. I put my shawl to the baby. ഓ, ആരും പറയാത്ത ഒരു ഐഡിയ എന്നെ പറഞ്ഞത്. ഐ പുട്ട് മൈ ഷാൾ ടു ദ ബേബി. അപ്പൊ നമുക്ക് രണ്ട് സാധ്യതകൾ ഞാൻ എല്ലാവർക്കും പറയും. ഒന്ന്, ഷാള് കൊണ്ട് എത്താവുന്നതിനേക്കാളും ദൂരത്താണ് കുട്ടീനെ വിചാരിക്കും. അതുമല്ല എങ്കിൽ മുഫീദ് അന്ന് ഷാള് ധരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ഷാള് ആവശ്യമില്ലാത്ത ഡ്രസ്സാണ് വിചാരിക്കും. യെസ്. അല്ല സാർ, ബേബി എന്ന് പറയുമ്പോ ചെറിയ കുട്ടിയല്ലേ, അപ്പൊ ഷാൾ ഇട്ട് കൊടുത്താലും പിടിച്ച് വരാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ കുട്ടിയായി, അപ്പൊ എന്ത് ചെയ്യും? മുഫി, അത് മുഫിയാണ് മറുപടി പറയണ്ടേ. നോക്കി, ഐഷക്ക് വേറെ സംശയമുണ്ട്. ചെറിയ കുട്ടിയല്ലേ, അപ്പൊ അത് കയറി പിടിച്ചില്ലെങ്കിലോ, വലിയ കുട്ടിയാണെങ്കിൽ എന്നെ പിടിക്കുള്ളൂ എന്നൊരു സംശയം കൂടെ ഐഷക്ക് ഉണ്ട്. എല്ലാ സംഗതികളും അടയാണെങ്കിൽ ഐ ക്യാൻ ഡു നത്തിങ് സാർ. യെസ് അല്ലേ? അത് വേറെ ഒരു പോയിന്റ് അല്ലേ? എല്ലാവരും കൈവെടിഞ്ഞ കാളം നെല്ലായി എന്ന് പറഞ്ഞ പോലെ വേറൊരു സാധ്യതകൾ ഇല്ലെങ്കിൽ ഷാള് എടുക്കും. അത് പിടിക്കുകയോ പിടിക്കാതിരിക്കുകയോ ചെയ്യുന്നതല്ല, ഷാൾ ഇട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, ഇറ്റ് ഇസ് എ ഫൈനൽ റിസോർട്ട്. ഓക്കെ ഓക്കെ. മൂഫി ആരും പറയാത്തൊരു പോയിന്റ് മൂഫി പറഞ്ഞു. യെസ് ഒരു ഡൗട്ട്. പിന്നെ സ്മോൾ ബേബിയാന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഒറ്റക്ക് എന്തായാലും പോവില്ലല്ലോ, അടുത്ത് ആരെങ്കിലും എല്ലാം ഉണ്ടാവുമല്ലോ. സാർ പറഞ്ഞ അടുത്ത് ആരും ഇല്ലാന്നല്ലേ പറഞ്ഞേ, ഒറ്റക്ക് എന്തായാലും അതിനകത്ത് പോവില്ലല്ലോ. എന്തായാലും സംഭവിക്കാലോ. ശിക്കും ആരെങ്കിലും ഉണ്ടാവും, അല്ലാണ്ട് അടുത്ത് ചാടിയിട്ട് കുഴപ്പമില്ല. ആദ്യം നോക്കും. ചിലപ്പോ അവിടുന്ന് നടന്നു വന്ന് വീണു. അതെ, എങ്ങനെ ഒറ്റക്ക് പോകൂലല്ലോ. അതൊന്നും തന്നെ പിടിച്ചോണ്ട് ലക്ഷ്യം ഇത്. അപ്പൊ അങ്ങനെ ഇരിക്കല്ലേ? യെസ്, ഓക്കെ. യാദൃശ്യം വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോ പല കാര്യങ്ങളും കാണുമല്ലോ, കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് വിചാരിക്കില്ലേ? അങ്ങനെ ചിന്തിക്കട്ടെ, അത് വിചാരിക്കും. സപ്പോസ്
അവർക്ക് വേണ്ടത് ഇതിന്റെ ആൻസർ. അന്ന് എനിക്കൊന്നും കറക്റ്റായിട്ട് മറുപടി ഈ ചോദ്യത്തിന് പറയാൻ പറ്റില്ല. ഈ ചോദ്യത്തിന് ഉത്തരം എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. കാരണം ഞാനത് പ്രതീക്ഷിക്കാതെ പോയൊരു ചോദ്യമാണ്. വേറെ ചോദ്യങ്ങളൊക്കെ അവൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഇത് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ഇറ്റ്. എനിക്ക് ജോലി കിട്ടിയില്ല അല്ലേ. പക്ഷെ എന്നാലും ഇന്റർവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല 10-13 ദിവസം അവിടെ താമസിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്കൊരു പരീക്ഷ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ ബ്രെഡ്, പിന്നെ ബട്ടർ, ചായ ഇത് തരും. അടുത്ത് വീണ്ടും പരീക്ഷ. അങ്ങനെ വളരെ വളരെ അടിപൊളിയാണ്. ഓരോ നേരത്ത് ഇവിടെ നിന്ന് അവിടെ വരെ പോകാനുള്ള പൈസയും തിരിച്ചിങ്ങനെ വരാനുള്ള ട്രെയിനിന്റെ പൈസയും കിട്ടും. അങ്ങനെ അങ്ങനെ എല്ലാ 6 മാസവും ഞങ്ങൾ കേരളത്തിൽ നിന്ന് അങ്ങനെ 6 പേരായിട്ട് അന്ന് ഉണ്ടായുള്ളൂ അവിടെ. അന്ന് 100 പേര്. ആദ്യം തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് നടത്തിയിട്ട് അതിൻ്റെ അകത്ത് അവർ കുറെ പേര് ഒഴിവാക്കും. അപ്പൊ അവർക്ക് തന്നെ പൈസ കൊടുത്ത് വിടും. ബാക്കിയുള്ളവരുടെ അവിടെ നിലനിർത്തും. പിന്നെയാണ് ടെസ്റ്റുകളും ഇതൊക്കെ ഇങ്ങനെ. ഇതിന്റെ ഇടയ്ക്കൊക്കെ അവർ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മിലിറ്ററിയിലോട്ടല്ല എടുക്കണേ. ഏറ്റവും ബെസ്റ്റ് ആളുകളെ നോക്കിയാലും മിലിറ്ററിയിൽ എടുക്കാൻ പറ്റുള്ളൂ. യെസ്. അപ്പോ അന്ന് കിട്ടിയില്ല. യെസ്, അത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ നിങ്ങളെ കാണാൻ പറ്റുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കാണുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം, പരിചയപ്പെടുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോ അന്നത് കിട്ടാതെ പോയത് അല്ലേ. യെസ്, ഓക്കെ. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ഓ, കൃഷ്ണേന്ദു, വെരി ഗുഡ്. അപ്പോ പറഞ്ഞു വരുന്നത് അതാണ്. ഇത് നിങ്ങൾ ഓർത്തും മനസ്സിലാക്കിയും വെക്കണം. അതിന്റെ അകത്ത് തന്നെ ഉണ്ടായ വേറെ സംഭവങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, എങ്ങനെ രക്ഷിക്കാൻ? നന്ദന, ഒരാഴ്ച സമയം തരാം. നന്ദനക്ക് മാത്രമേ കൊച്ചിന്റെ കാര്യത്തിൽ ശുഷ്കാന്തി ഉള്ളൂ. കൊച്ചവിടെ വെള്ളത്തിക്കെടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണേന്ദുവിനില്ല, ഐഷക്കില്ല, ശിവപ്രിയക്കില്ല, അശ്വതിക്കില്ല. കൊച്ചവിടെ കിടക്കുകയാണ്. അപ്പോ നന്ദന ആലോചിച്ചോളൂ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഇതിന്റെ ബാക്കി നമുക്ക് അദ്ദേഹത്തിന്. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റിന്റെ സെന്റൻസ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, Okay, thank you, sir. ഓക്കെ.